ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. അപ്പോൾ സെയിലിൻ്റെ സമയത്ത് ഷോപ്പ് ചെയ്യാൻ ഇഷ്ടമുള്ളവരായിരിക്കും നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ നല്ല ബ്രാൻഡഡ് ഐറ്റം ഒക്കെ നമുക്ക് എന്താണ് നല്ല ഡിസ്കൗണ്ടിലല്ലേ കിട്ടുന്നത്. അപ്പോൾ ഇത്രയും വില കൂടിയ ഐറ്റം ഒക്കെ നമുക്ക് ഡിസ്കൗണ്ടിൽ കിട്ടുമ്പം നമുക്ക് കിട്ടുന്ന ആ സന്തോഷം അത് വേറെ തന്നെയാണ്. അപ്പോൾ നല്ല ക്വാളിറ്റി നമുക്ക് ചെറിയ വിലയിൽ നമുക്ക് കിട്ടും, അത് നല്ലൊരു ഡീലല്ലേ. അപ്പോൾ ഇതുപോലെ ഫണ്ട് മാനേജേഴ്സ് ചില റീസൺസ് കൊണ്ട് നിലവിൽ എന്താണ് കുറവ് വിലയിൽ കിട്ടുന്ന നല്ല ഫണ്ടമെന്റ്സ് ഉള്ള കമ്പനീസ് അവർ നോക്കും. പക്ഷേ ഈ ഒരു കമ്പനികൾക്ക് എന്താണ് നല്ല ഫ്യൂച്ചർ പൊട്ടൻഷ്യലും എന്തായാലും ഇവിടെ ഉണ്ടാവും. സോ ഇന്നത്തെ വീഡിയോയിൽ ഇതുപോലുള്ള 3 ബെസ്റ്റ് വാല്യൂ ഫണ്ട്സ് ആണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ 3 ഫണ്ടിനും വാല്യൂ റിസർച്ച് അതിൽ മോർണിംഗ് സ്റ്റാറിന് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച ഫണ്ട്സ് ആണ്. അപ്പം ഏതൊക്കെയാണ് ഇന്നത്തെ ഫണ്ട് എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. സോ ലെറ്റ്സ് ബിഗിൻ ടുഡേസ് വീഡിയോ. എന്താണ് ഈ വാല്യൂ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ വാല്യൂ ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഫണ്ടമെന്റലി സ്ട്രോങ് കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളെയാണ് നമ്മൾ വാല്യൂ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഒരു സ്റ്റോക്ക് അണ്ടർ വാല്യൂഡ് എന്ന് വിളിക്കണമെങ്കിൽ ഫണ്ട് മാനേജേഴ്സ് പല ഫാക്ടേഴ്സ് ഇവിടെ കണക്കാക്കാറുണ്ട്. അതായത് നമ്മുടെ ഏർണിംഗ്സ്, അതുപോലെ ഏർണിംഗ്സ് ഈൽഡ്, ബുക്ക് വാല്യൂ, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ പൊട്ടൻഷ്യലും. ഇപ്പം വേറൊരു രീതിയിൽ നമ്മളോട് പറയുകയാണെങ്കിൽ അവരുടെ കറന്റ് മാർക്കറ്റ് പ്രൈസ് ഇൻട്രൻസിക് വാല്യൂവിന്റെ താഴെ ട്രേഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റ് ഈ ഒരു കമ്പനികളെ ഇപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ട്രൂ വാല്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് പ്രൈസ് കൂടാനുള്ള ചാൻസ് ഇവിടെ കൂടുതലായിരിക്കും. അപ്പം ഈ ഒരു ഫണ്ടൊക്കെ പ്രവർത്തിക്കുന്നത് ബൈ ലോ സെൽ ഹൈ എന്ന ക്ലാസിക് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിലാണ്. അപ്പം സെബിയുടെ നിയമപ്രകാരം ഈ ഒരു ഫണ്ടുകളൊക്കെ അവരുടെ അസറ്റിന്റെ കുറഞ്ഞ 65% വാല്യൂ ബേസ്ഡ് ഇക്വിറ്റി ഫണ്ട്, അതിൽ ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെന്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. സോ നമുക്ക് വാല്യൂ റിസർച്ച് അതിൽ മോർണിംഗ് സ്റ്റാറിൽ നിന്ന് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ചിട്ടുള്ള 3 ബെസ്റ്റ് വാല്യൂ ഫണ്ട്സ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് ഈ വാല്യൂ റിസർച്ച് അതിൽ മോർണിംഗ് സ്റ്റാറിനൊക്കെ വിശ്വസിക്കേണ്ട കാര്യം? ഇപ്പം വാല്യൂ റിസർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ഇൻഡിപെൻഡന്റ് ഫേംസിൽ ഒന്നാണ്. അപ്പോൾ ഇവർ മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, അതുപോലെ ഫിക്സഡ് ഇൻകം ഇൻസ്ട്രുമെന്റ്സിൽ ഡീറ്റെയിൽ അനാലിസിസ്, അതുപോലെ എക്സ്പേർട്ട് ഒപ്പീനിയൻ നൽകുന്നവരാണ്. അപ്പം നമ്മളോട് നോക്കുവാണെങ്കിൽ അതേ സമയത്ത് നോക്കുവാണെങ്കിൽ എന്താണ് മോർണിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലോബൽ ഫൈനാൻഷ്യൽ സർവീസ് ഫേം ആണ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡന്റ് റിസർച്ച് അതിലെ അനാലിസിസ് വഴി ഇൻഡിവിജ്വൽസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവർ സഹായിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഒരേ ജോലിയാണുള്ളത്. കറക്റ്റ് ആയിട്ടുള്ള വിശ്വസനീയമായിട്ടുള്ള വിവരം കൊടുത്തുകൊണ്ട് ഇതുവഴി ഇൻവെസ്റ്റേഴ്സിന് അവരുടെ പണം സ്മാർട്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ഒട്ടും ലേറ്റ് ആക്കണ്ട, വാല്യൂ റിസർച്ച് അതുപോലെ മോർണിംഗ് സ്റ്റാറിന് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച 3 ബെസ്റ്റ് ഫണ്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഫണ്ട് വരുന്ന ICICI പ്രൊഡൻഷ്യൽ വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. രണ്ടാമത്തെ HSBC വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്ത്, മൂന്നാമത്തെ JM വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ടൊക്കെ എങ്ങനെയാണ് റേറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ നമുക്ക് ഓരോ ഫണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ഫണ്ട് വരുന്ന ICICI പ്രൊഡൻഷ്യൽ വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. അപ്പോൾ 16 ഓഗസ്റ്റ് 2004 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്തത്. അതൊരു ഡയറക്ട് പ്ലാൻ ലോഞ്ച് ചെയ്ത് 1 ജാനുവരി 2013. അപ്പോൾ 31 ജൂലൈ 2025 പ്രകാരം ഫണ്ടിന്റെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് വരുന്ന 53,715.52 കോടിയാണ്. അപ്പോൾ വാല്യൂ ഫണ്ട് കാറ്റഗറിയിലെ ഹയസ്റ്റ് ആണിത്. അപ്പോൾ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്ന മിസ്റ്റർ ശങ്കരൻ നരേൻ, മിസ്റ്റർ ധർമ്മേഷ് കക്കഡ്, അതുപോലെ മിസ് മസൂമി ജുമർവാലയാണ്. ഇനി നമുക്ക് ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ നോക്കാം. അപ്പോൾ ടോപ്പ് 5 ഹോൾഡിംഗ്സ് വരുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, ICICI ബാങ്ക് ലിമിറ്റഡ്, HDFC ബാങ്ക് ലിമിറ്റഡ്, ഇൻഫോസിസ് ലിമിറ്റഡ്, ആക്സിസ് ബാങ്ക് ലിമിറ്റഡ് ആണ്. അതിൽ ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്ന ഫൈനാൻഷ്യൽ സർവീസസ്, ഓയിൽ, ഗ്യാസ് ആൻഡ് കൺസ്യൂമർ ഫ്യൂൽസ്, ഹെൽത്ത് കെയർ, ഇൻഫോർമേഷൻ ടെക്നോളജി, അതുപോലെ ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സും ആണ്. ഇനി നമുക്ക് ഫണ്ടിന്റെ ക്രിട്ടിക്കൽ റേഷ്യോസ് നോക്കാം. അപ്പോൾ 5 സ്റ്റാർ റേറ്റിംഗിൽ ക്രിട്ടിക്കൽ റേഷ്യോയ്ക്ക് വലിയ റോൾ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ വരുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പോൾ ആവറേജ് ആനുവൽ റിട്ടേൺസിൽ നിന്ന് ഫണ്ടിന്റെ റിട്ടേൺസ് എത്രത്തോളം ഡീവിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു തരുന്ന റേഷ്യോ ആണിത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോളറ്റിലിറ്റി കൂടുതലാണെന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ICICI പ്രൊഡൻഷ്യൽ വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് 11.41%. അതേസമയത്ത് കാറ്റഗറി ആവറേജ് വന്ന് 13.89%. അതായത് ഇവിടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഫണ്ടിന്റെ വോളറ്റിലിറ്റി ഇവിടെ കുറവാണ്. ഇനി അടുത്ത് വരുന്നത് BT ആണ്. അപ്പോൾ ബെഞ്ച് മാർക്ക് വെച്ച് നോക്കുമ്പോൾ ഫണ്ടിന്റെ വോളറ്റിലിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. അപ്പോൾ BT ഇപ്പോൾ ഒന്നിൽ കൂടുതലാണെങ്കിൽ അത് സൂചിപ്പിക്കുന്ന ബെഞ്ച് മാർക്കിനേക്കാളും ഫണ്ടിന്റെ വോളറ്റിലിറ്റി കൂടുതലാണെന്നാണ്. ഇനിയിപ്പോൾ BT ഇപ്പോൾ ഒന്നിൽ കുറവാണെങ്കിൽ അത് സൂചിപ്പിക്കുന്ന വോളറ്റിലിറ്റി കുറവാണെന്നാണ്. അപ്പോൾ ഇവിടെ ICICI പ്രൊഡൻഷ്യൽ വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് BT വന്ന് 0.8 ആണ്. അപ്പം ഇത് കാണിക്കുന്ന എന്താണ്? ബെഞ്ച് മാർക്കിനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഫണ്ടിന്റെ വോളറ്റിലിറ്റി കുറവാണെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി അടുത്ത് ഷാർപ്പ് റേഷ്യോ ആണ്. അപ്പോൾ ഫണ്ട് ഓരോ യൂണിറ്റ് റിസ്ക് എടുക്കുമ്പോൾ ഫണ്ട് എത്രത്തോളം എക്സ്ട്രാ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. ഇപ്പോൾ ഷാർപ്പ് റേഷ്യോ കൂടുതലാണെങ്കിൽ ബെറ്റർ റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് ആണ്. അപ്പോൾ ഇവിടെ ICICI പ്രൊഡൻഷ്യൽ വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് ഷാർപ്പ് റേഷ്യോ വന്ന് 1.22 ആണ്. അതായത് ഓരോ യൂണിറ്റ് അഡീഷണൽ റിസ്കിനും ഫണ്ട് 1.22 ടൈംസ് ഹയർ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം അടുത്ത് വരുന്നത് സോർട്ടിനോ റേഷ്യോ ആണ്.
അപ്പോൾ റിസ്ക് അഡ്ജസ്റ്റ് റിട്ടേൺസ് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. പക്ഷെ എന്താണ്, ഡൗൺ സൈഡ് റിസ്ക് മാത്രമേ ഇത് മെഷർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ICICI Prudential വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് സോർട്ടിനോ റേഷ്യോ എന്ന് 2.21 ആണ്. അതായത് ഓരോ യൂണിറ്റ് ഡൗൺ സൈഡ് റിസ്കിനും ഫണ്ട് 2.21 ടൈംസ് ഹയർ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പം ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു മെട്രിക് ഒക്കെ നമ്മൾ ഓരോന്നായിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നോക്കുന്നതിലും നമ്മൾ എന്താണ് ഫണ്ടിന്റെ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പിന്റെ പെർഫോമൻസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താണ് ഇത് കുറച്ചും കൂടി മീനിങ് ആയിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് നമുക്കൊരു ക്ലിയർ ഐഡിയ കിട്ടും, അതായത് ഫണ്ട് ആക്ച്വലി എത്രത്തോളം ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അണ്ടർ പെർഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. ഇനി നമുക്ക് അപ്സൈഡ് ആൻഡ് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ നമുക്ക് നോക്കാം. അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കയറുന്ന ടൈമിൽ ബെഞ്ച് മാർക്കറ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഫണ്ട് എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണിത്. ഇപ്പം അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ 100 കൂടുതലാണെങ്കിൽ മാർക്കറ്റ് കയറുമ്പോൾ ഇക്വിറ്റി ഫണ്ട് ബെഞ്ച് മാർക്കിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ്. ഇവിടെ ICICI Prudential വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 88 ആണ്. അതായത് ഇവിടെ ബെഞ്ച് മാർക്ക് ഇപ്പോൾ 10% കൂടിയ ഫണ്ട് 8.8% മാത്രമേ കൂടുന്നുള്ളൂ എന്നാണ്. അതുപോലെ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്കിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫണ്ട് എത്രത്തോളം ഇടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു തരുന്ന റേഷ്യോ ആണിത്. ഇപ്പം റേഷ്യോ 100 താഴെയാണെങ്കിൽ മാർക്കറ്റ് ഇടിയുമ്പോൾ ഇക്വിറ്റി ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാളും കുറവ് മാത്രമേ ഇവിടെ ഇടിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ICICI Prudential വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്ന 69 ആണ്. അതായത് മാർക്കറ്റ് ഇടിയുമ്പോൾ ബെഞ്ച് മാർക്ക് ഇപ്പോൾ ഒരു 10% ഇടിഞ്ഞാൽ ഫണ്ട് 6.9% മാത്രമേ ഇടിയുന്നുള്ളൂ ഇവിടെ. ഇനി നമുക്ക് ഈ ഒരു ഫണ്ട് റിട്ടേൺസും കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ഫണ്ട് തുടർച്ചയായിട്ട് കഴിഞ്ഞ 1, 3, 5, 7 അതുപോലെ 10 വർഷത്തിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറീനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ സെക്കൻഡ് ഫണ്ട് ഏതാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെക്കൻഡ് ഫണ്ട് വരുന്നത് HSBC വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്ത് 8 ജാനുവരി 2010 അതൊരു ഡയറക്ട് പ്ലാൻ ലോഞ്ച് ചെയ്തേക്കുന്നത് 1 ജാനുവരി 2013 അപ്പോൾ 31 ജൂലൈ 2025 ഫണ്ടിന്റെ AUM വരുന്നത് 13,816.77 കോടിയാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത് മിസ്റ്റർ വേണുഗോപാൽ മങ്കത്ത് അതുപോലെ മിസ്റ്റർ സോനൽ ഗുപ്തയാണ്. ഇനി നമുക്ക് ഫണ്ടിന്റെ പോർട്ട്ഫോളിയോ നോക്കാം. അപ്പോൾ ടോപ്പ് 5 സ്റ്റോക്സ് വരുന്നത് HDFC ബാങ്ക് ലിമിറ്റഡ്, ICICI ബാങ്ക് ലിമിറ്റഡ്, MCX, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഗോഡ്ഫ്രെ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ് ആണ്. അതുപോലെ ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്നത് ബാങ്ക്സ്, ഫൈനാൻസ്, IT സോഫ്റ്റ്വെയർ, കൺസ്ട്രക്ഷൻ അതുപോലെ ഓട്ടോമൊബൈൽസും ആണ്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ട് ക്രിട്ടിക്കൽ റേഷ്യോസ് നോക്കാം. അപ്പോൾ HSBC വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 14.41%. അതേസമയത്ത് കാറ്റഗറി ആവറേജ് വരുന്നത് 13.89%. അപ്പോൾ ഇത് കാണിക്കുന്നത് ഫണ്ട് അവർ കോമ്പറ്റേറ്റേഴ്സിനേക്കാളും കൂടുതൽ വോളറ്റൈൽ ആണെന്നാണ്. അപ്പോൾ ഫണ്ടിന്റെ ബീറ്റ് വരുന്നത് 1.01 ആണ്, അതായത് ഓൾമോസ്റ്റ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് ബെഞ്ച് മാർക്കിന്റെ അത്ര തന്നെ ഫണ്ട് ഇവിടെ വോളറ്റൈൽ ആണെന്നാണ്. ഇനി ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.13 ആണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഓരോ എക്സ്ട്രാ യൂണിറ്റ് റിസ്കിനും ഫണ്ട് 1.13 ടൈംസ് ഹയർ റിട്ടേൺസ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സോർട്ടിനോ റേഷ്യോ വരുന്നത് 1.6 ആണ്. അപ്പോൾ ഇവിടെ ഓരോ യൂണിറ്റ് ഡൗൺ സൈഡ് റിസ്കിനും ഫണ്ട് 1.6 ടൈംസ് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ക്യാപ്ചർ റേഷ്യോസ് നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 109 ആണ്. അതായത് ബെഞ്ച് മാർക്ക് ഇപ്പോൾ ഒരു 10% കൂടിയാൽ ഫണ്ട് ഇവിടെ 10.9% കൂടുന്നുണ്ട്. ഇനിയിപ്പോൾ ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 100 ആണ്. അതായത് ഇപ്പോൾ ബെഞ്ച് മാർക്ക് ഒരു 10% ഇടിഞ്ഞാൽ ഫണ്ട് ഇവിടെ എന്താണ് 10% തന്നെ ഇവിടെ ഇടിയുന്നുണ്ട്. അതുപോലെ ഇവിടെ നമ്മൾ റിട്ടേൺസ് നമ്മൾ നോക്കുകയാണെങ്കിൽ HSBC വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് തുടർച്ചയായിട്ട് കഴിഞ്ഞ 1, 3, 5, 7 അതുപോലെ 10 വർഷത്തിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറീനെ ഇവിടെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത ഫണ്ട് വരുന്നത് JM വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് ആണ്. അപ്പോൾ 2 ജൂൺ 1997 ഈ ഒരു ഫണ്ട് ലോഞ്ച് ചെയ്ത് അതുപോലെ ഡയറക്ട് പ്ലാൻ ലോഞ്ച് ചെയ്ത് 1 ജാനുവരി 2013 അപ്പോൾ 31 ജൂലൈ 2025 ഫണ്ടിന്റെ AUM വരുന്ന 1062.26 കോടിയാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് മാനേജ് ചെയ്യുന്നത് മിസ്റ്റർ സതീഷ് രാമനാഥൻ, മിസ്റ്റർ അഷിത് ബന്ദർക്കർ, മിസ്റ്റർ ദീപക് ഗുപ്ത അതുപോലെ മിസ് രുചി ഫോസ്ദർ ആണ്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ട് പോർട്ട്ഫോളിയോ നോക്കാം. അപ്പോൾ ടോപ്പ് 5 ഹോൾഡിംഗ്സ് വരുന്നത് ഗോഡ്ഫ്രെ ഫിലിപ്സ് ഇന്ത്യ ലിമിറ്റഡ്, HDFC ബാങ്ക് ലിമിറ്റഡ്, ലാസ് ആൻഡ് ടുബ്രോ ലിമിറ്റഡ്, വേൾപൂൾ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് അതുപോലെ റെസ്റ്റോറന്റ് ബ്രാൻഡ്സ് ഏഷ്യ ലിമിറ്റഡും ആണ്. അതുപോലെ ടോപ്പ് 5 സെക്ടേഴ്സ് വരുന്നത് ഫൈനാൻഷ്യൽ സർവീസസ്, ക്യാപിറ്റൽ ഗുഡ്സ്, കൺസ്ട്രക്ഷൻ, ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് അതുപോലെ കൺസ്യൂമർ സർവീസും ആണ്. ഇനി നമുക്കിവിടെ ക്രിട്ടിക്കൽ റേഷ്യോസ് നോക്കാം. അപ്പോൾ JM വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് സ്റ്റാൻഡേർഡ് ഡിവിഷൻ വരുന്നത് 16.19% ആണ്. അതേസമയത്ത് കാറ്റഗറി ആവറേജ് വരുന്നത് 13.89% ആണ്. അപ്പോൾ ഇതിന്റെ അർത്ഥം കോമ്പറ്റേറ്റേഴ്സിനേക്കാളും ഫണ്ടിന്റെ വോളറ്റിലിറ്റി ഇവിടെ കൂടുതലാണെന്നാണ്. ഇനി ഇവിടെ ബീറ്റ വരുന്നത് 1.05 ആണ്. അപ്പോൾ ഇത് കാണിക്കുന്ന ഫണ്ട് ബെഞ്ച് മാർക്കിനേക്കാളും കുറച്ചും കൂടി എന്താണ് വോളറ്റൈൽ ആണെന്നാണ് ഇത് കാണിക്കുന്നത്. ഇനി ഇവിടെ ഷാർപ്പ് റേഷ്യോ വരുന്നത് 1.03 ആണ്. അതായത് ഓരോ യൂണിറ്റ് അഡീഷണൽ റിസ്കിനും ഫണ്ട് ഇവിടെ 1.03 ടൈംസ് ഹയർ റിട്ടേൺസ് ഇവിടെ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സോർട്ടിനോ റേഷ്യോ വരുന്നത് 1.64 ആണ്. അതായത് ഓരോ യൂണിറ്റ് ഡൗൺ സൈഡ് റിസ്കിനും ഫണ്ട് 1.64 ടൈംസ് കൂടുതൽ റിട്ടേൺസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അപ്സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 110 ആണ്. അതായത് ഇപ്പോൾ ബെഞ്ച് മാർക്ക് 10% കൂടിയ ഫണ്ട് ഇവിടെ 11% കൂടും. ഇനി ഡൗൺ സൈഡ് ക്യാപ്ചർ റേഷ്യോ വരുന്നത് 101 ആണ്. അതായത് ഇപ്പോൾ ബെഞ്ച് മാർക്ക് ഇപ്പോൾ 10% ഇടിഞ്ഞാൽ ഫണ്ട് ഇവിടെ 10.1% ഇടിയുന്നുണ്ട്.
ഇനി നമ്മൾ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ JM വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്ത് കഴിഞ്ഞ 3, 5, 7 അതിൽ 10 വർഷത്തിൽ ബെഞ്ച് മാർക്ക് അതുപോലെ കാറ്റഗറിനെ ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വാല്യൂ റിസർച്ച് അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ എന്ന് 5 സ്റ്റാർ റേറ്റിംഗ് ലഭിച്ച 3 ബെസ്റ്റ് വാല്യൂ ഫണ്ട്സ് ആണ് നോക്കിയത്. അപ്പൊ ഈ 3 ഫണ്ടും വാല്യൂ സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന വെച്ച് ഇവരുടെ പോർട്ട്ഫോളിയോ സെയിം ആവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരുടെ മാർക്കറ്റ് ക്യാപ്പ് അലോക്കേഷനും ക്യാഷ് ഹോൾഡിംഗ്സ് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ICICI Prudential വാല്യൂ ഫണ്ട് നോക്കുകയാണെങ്കിൽ ബാക്കി 2 ഫണ്ടിനേക്കാളും കുറച്ചും കൂടി എന്താണ് ഇവർ ഡിഫറന്റ് ആണ്. അപ്പൊ ഇവർക്ക് ലാർജ് ക്യാപ്പിലേക്ക് അവർക്ക് കൂടുതൽ അലോക്കേഷൻ ഉണ്ട്, അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് വളരെ കുറച്ച് അലോക്കേഷൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പം നമ്മൾ വേറൊരു സൈഡിൽ നോക്കുകയാണെങ്കിൽ HSBC വാല്യൂ ഫണ്ട് നോക്കുകയാണെങ്കിൽ അവർ സ്മോൾ ക്യാപ്പ് അലോക്കേഷൻ അവർ കുറച്ചിട്ടുണ്ട്, അതുപോലെ മിഡ് ക്യാപ്പിലേക്കുള്ള എക്സ്പോഷർ അവർ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിലും ഫണ്ട് എന്താണ് മിഡ് അതുപോലെ സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ 3 ഫണ്ടിൽ JM വാല്യൂ ഫണ്ടാണ് സ്മോൾ ക്യാപ് സ്റ്റോക്സിലേക്ക് കൂടുതൽ അലോക്കേഷൻ ഉള്ളത്, 53% ഉണ്ട്. ഇപ്പോൾ ഫെബ്രുവരി അതുപോലെ മാർച്ച് 2025 ഈ ഒരു അലോക്കേഷൻ 35% ആയിരുന്നു. അതാണ് ഇപ്പോൾ ഈ ഒരു ലെവലിലേക്ക് വളർന്നിട്ടുള്ളത്. അതേസമയത്ത് ലാർജ് ക്യാപ് എക്സ്പോഷർ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ 51% നിന്ന് 29% കുറച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഫണ്ട് നിങ്ങളുടെ റിസ്ക് അപ്പറ്റൈറ്റ്, ഇൻവെസ്റ്റ്മെന്റ് ഡ്യൂറേഷൻ ഇതുപോലെയുള്ള പല ഫാക്ടേഴ്സിന്റെ ബേസിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ 3 ഫണ്ടിന്റെയും പല ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയല്ലേ. ഇനി നമുക്ക് പോർട്ട്ഫോളിയോ ഓവർലാപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ പോർട്ട്ഫോളിയോ ഓവർലാപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫണ്ടുകൾ തമ്മിൽ എത്ര കോമൺ സ്റ്റോക്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും JM വാല്യൂ ഫണ്ട് പോർട്ട്ഫോളിയോ ബാക്കി 2 ഫണ്ടിനേക്കാളും ഡിഫറന്റ് ആണ്. അപ്പോൾ ഇവിടെ ഓവർലാപ്പ് വരുന്നത് 19 മുതൽ 20% ആണ്. അതേസമയത്ത് ICICI Prudential വാല്യൂ ഫണ്ട് അതിൽ HSBC വാല്യൂ ഫണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടുതൽ സിമിലാരിറ്റീസ് ആണ് ഉള്ളത്. 28% പോർട്ട്ഫോളിയോ ഓവർലാപ്പ് ഇവിടെ വരുന്നത്. അപ്പം പോർട്ട്ഫോളിയോ ഓവർലാപ്പിന്റെ ഒപ്പം നമ്മൾ നോക്കേണ്ട വേറൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറും കൂടി ഉണ്ട്, അതാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ HSBC വാല്യൂ ഫണ്ട് ഡയറക്ട് ഗ്രോത്തിന് ബാക്കി 2 ഫണ്ടിനേക്കാളും കുറവ് എക്സ്പെൻസ് റേഷ്യോ ആണ് ഉള്ളത്. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ 3 ഫണ്ടുകളിൽ ഏതാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്? അല്ലെങ്കിൽ നിങ്ങളിപ്പം ഓൾറെഡി ഇതിൽ ഏതെങ്കിലും ഫണ്ടൊക്കെ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണോ? അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിനായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതൊരു ബയോ സെൽ റെക്കമെൻഡേഷൻ അല്ല എന്നുള്ള കാര്യം നമ്മളിവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫണ്ട് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലിലൂടെ പെട്ടെന്ന് കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.